ലൈസൻസ് എത്ര വയസ്സിൽ കിട്ടി? ലൈസൻസ് ഒക്കെ നേരത്തെ എടുത്തായിരുന്നു. അതെ, എങ്ങനെ എടുത്തു? അതിനകത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. കാര്യം ഷാജോന്റെ മുഖത്തൊരു കള്ളച്ചിരി. ലൈസൻസ് എടുത്തതിന് എന്തോ ഒരു തട്ടിപ്പുണ്ടായിരുന്നു. ഇല്ല, ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീലർ ലൈസൻസ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് 4 വീലർ ഓടിച്ചത്. അല്ല, 4 വീലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ അങ്ങനെ ഓടിച്ചോണ്ട് പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ 4 വീലർ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. നമ്മൾ പ്രോപ്പറായിട്ടൊരു ഒരാളെ വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ കാർ ഓടിച്ച് തന്നെ പഠിക്കണം. അല്ലാതെ 2 വീലർ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കാർ ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, നല്ല കൂട്ടുകാരനാണ്, ചങ്ങനാശ്ശേരിയിലുള്ള ഒരാൾ പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല, ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എത്രയാവും എന്ന് പറഞ്ഞു. നല്ല അടിപൊളി ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഒരു 1.25 ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞു. എത്ര വർഷം മുമ്പാന്ന് ഓർക്കണം. അപ്പൊ നമ്മൾ മിമിക്രിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് പയ്യെ കുറച്ച് പൈസ കൊടുത്തിട്ടൊരു മാരുതി 1000 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അത് എടുക്കുകയാണ്, സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു എങ്ങനെ പഠിക്കും? ഒരു കുഴപ്പമില്ല വാ നീ പറഞ്ഞിട്ട് പുള്ളി വണ്ടി ഓടിക്കുന്നു, എന്നെ വിളിച്ചിരുത്തുന്നു. നേരെ നാഗമ്പടത്ത് ചെന്നിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഒരു സാധനം മേടിക്കുമെന്ന് പറഞ്ഞു. ഏത് കടയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് പുള്ളി ഞാൻ മേടിച്ചു വന്നപ്പോൾ പുള്ളി ഇപ്പുറത്തെ സീറ്റ് ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു ഓടിച്ചോന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് നീ ധൈര്യമായിട്ട് ഓടിക്കും, ഞാനല്ലേ പറയുന്നു പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് മേടിച്ച സാധനം ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ, നീ ധൈര്യമായിട്ട് ഓടിച്ചോന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുന്നു, ഞാൻ അവിടുന്ന് വണ്ടി എടുക്കുന്നു, ഞാനിങ്ങനെ ഓടിക്കുന്നു, പുള്ളി മേടിച്ച സാധനം കഴിക്കുന്നു, ഞാനിങ്ങനെ ഓടിച്ചോടിച്ച് ബ്രേക്ക് ചവിട്ടെന്ന് പറഞ്ഞ് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞപ്പം കാലെന്തോ കുറച്ചുകൂടെ താഴേക്ക് പോകുന്ന പോലെ എനിക്കെന്തോ ഒരു സംശയം. സാധാരണ നമ്മളിങ്ങനെ ഇവിടെ ക്ലച്ചൊക്കെ ഇവിടെയാണ്, ബ്രേക്ക് ഇവിടെ എന്തോ ചവിട്ടുമ്പോൾ എന്തോ കുറച്ചുകൂടെ ഇങ്ങനെ താഴോട്ട് പോകുന്നത് നോക്കുമ്പം റോഡിൽ തട്ടുന്നുണ്ടോ എന്നൊരു സംശയം. കാലം താഴെ പോയി. ചേട്ടാ ഈ കാറിന് എന്തോ കുഴപ്പം, എന്താ നീ പറയുന്നത്? പുതിയ വണ്ടിയല്ലടാ, നമ്മൾ ഏറ്റവും പുതിയ സാധനം എടുത്തിരിക്കുകയല്ലേ, നീ എന്നെ പറയുന്നത്? ഞാനല്ലേ മേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ നീ എന്തായാലും ഒതുക്കെന്ന് പറഞ്ഞ് ഒതുക്കിയപ്പം ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ എന്റെ കാല് താഴെ കിടക്കുക. താഴത്തെ ഈ സാധനം കംപ്ലീറ്റ് തകരപരവതാനിയൊക്കെ പോയി. തകരയുടെ താഴത്തെ ആ ഫ്ലോർ കംപ്ലീറ്റ് ഇടയിൽ കൂടി ഒരു കാല് താഴെ ഇറങ്ങി വന്നു. നമ്മള് ക്ലച്ച് ചവിട്ടിയ റോഡിലാണ് ചവിട്ടുന്നത്. അങ്ങനത്തെ വണ്ടിയാണ് എടുത്തത്. അതിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതെന്ന് ഞാൻ പറയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈവിംഗ് സാറായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും വണ്ടി നന്നായിട്ട് ഓടിക്കാൻ കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമുക്കൊരു മണിയുടെ ശബ്ദത്തിലുള്ള ആ പാട്ട്, മണിച്ചേട്ടന്റെ ശബ്ദത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, മണിച്ചേട്ടനെ പോലെ പാടാൻ ശ്രമിക്കുക. ഓക്കെ. പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവമണി. മേനകെ ഐ ലവ് യു എന്ന് ഇവളെന്തോട്ട് വർത്താനാ പറയണേ? ആ ചേച്ചിയുടെ ചിരിയണ്ടില്ലേ? മണിപ്പേഴ്സ ചേച്ചി ഐ ലവ് യു. താങ്ക് യു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടി കലക്കന്റെ കച്ചോടം, പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടൻ കലക്കിന്റെ കച്ചോടം. അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടേല മീനായി. അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടേല മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. സൂപ്പർ. ഒരു ആലപ്പുഴ ചങ്ങനാശ്ശേരി വരെ നടന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ എപ്പോൾ പോയാലും ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ്. സാർ അതെങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, പറഞ്ഞു തന്നായിരിക്കും. പക്ഷെ ഇത് സംഭവിച്ച ആളുടെ പേര് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എങ്കിലും ഞാനൊരു അവസ്ഥ ഞാൻ പറയാം. അയാൾ പ്രശസ്തനാണോ? ഇപ്പോ വളരെ പ്രശസ്തനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേര് പറയുന്നില്ല. പേരിനൊപ്പം ഒരു കലാഭവനും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ പ്രചോദനം. അയ്യോ ഞാൻ പേര് പറഞ്ഞ നാളോട് ഈ കലാഭവൻ പേരുള്ള ഇയാള്. അപ്പൊ ഞങ്ങള് സാധാരണ ഞാൻ ആദ്യത്തെ ലോറിയുടെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് അതാണ് നമ്മള് നോക്കുന്ന, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മാർഗം അതാണ്. അപ്പൊ നമ്മള് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകണമെങ്കിലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകണമെങ്കിലും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോറിയേ ഉള്ളൂ നമുക്ക്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം
ഇങ്ങനെ നിൽക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകണം. അപ്പോൾ കുറേ സമയം നിന്നിട്ടും വണ്ടികളൊന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ നടന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉണ്ടല്ലോ, ഇപ്പം വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. കുറെ രാത്രിയിലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് പേടിയൊക്കെ വരുന്ന അങ്ങനെ വഴിയാ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടന്ന് ഏകദേശം ഒരു 10-23 കിലോമീറ്റർ കഴിഞ്ഞു. ഇവനാണെന്നുണ്ടെങ്കിൽ പോലീസിന് ഒരു ചെറിയ പേടിയുണ്ട് ആ സമയത്ത്. ഇപ്പൊ ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ പോലീസിന് വലിയ പേടിയില്ല. ഞാൻ ആരാണ് ഇപ്പൊ അറിയാലോ, എന്നെ അറിയാലോ എന്നൊക്കെ ഇപ്പൊ ചോദിക്കാം. പക്ഷെ അന്ന് ഇച്ചിരി പേടിയാ. അപ്പൊ ഇവനിങ്ങനെ നടന്ന് ചങ്ങനാശ്ശേരി ആവാറായപ്പോഴാണ് അവിടെ നിന്നൊരു പോലീസ് ജീപ്പ് ഇങ്ങനെ തിരിഞ്ഞു വരിക. ആലപ്പുഴയിൽ നിന്ന് നടക്കുകയാണെന്ന് ഓർക്കണം. ചങ്ങനാശ്ശേരി എത്താൻ ഇനി ഒരു 10-11 കിലോമീറ്റർ ഉള്ളു. അതുവരെ ഇവനെ നടന്നു കഴിഞ്ഞു. ഇവനിങ്ങനെ നടന്നു പോലീസ് ജീപ്പ് കണ്ടത് ഇവൻ ആ വെപ്രാളത്ത് ഇങ്ങനെ നേരെ തിരിഞ്ഞു നടന്നപ്പോ നേരെ പോലീസ് ജീപ്പ് ഇങ്ങനെ നിർത്തി. ഇവിടെ പോയടാ നീ ചോദിച്ചു. ആലപ്പുഴ പോവാൻ സാറാ, കുഞ്ഞമ്മ മരിപ്പറിയിക്കാൻ പോവാന്ന് പറഞ്ഞു. എങ്ങനെ പോനാ? കയറി വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു. ഇവനെ പിടിച്ച് ജീപ്പിൽ കയറ്റിട്ട് നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി. പിന്നെ ആലപ്പുഴന്ന് നടന്ന് ചങ്ങനാശ്ശേരിക്ക് പോയി 10 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടാണ് പോലീസ് ജീപ്പ് കാണുന്നത്. ഈ പോലീസുകാർ ഇവനെ വീണ്ടും നേരെ പിടിച്ച് ആലപ്പുഴ കൊണ്ടിറക്കി കൊടുത്തു അല്ലേ? ആലപ്പുഴ കൊണ്ടിറക്കി. ഇപ്പോഴും അവൻ ആ റൂട്ടിൽ പോകുമ്പോൾ ഞാൻ അവനെ ഓർക്കും. സൂപ്പർ കണ്ട് പേടിച്ച് തിരിഞ്ഞു നടന്നാ അല്ലേ? പിന്നല്ലേ നമ്മൾ വെപ്രാളപ്പെട്ടു പോകുമല്ലോ. നേരെ തിരിഞ്ഞു പോയി, ഡയറക്ഷൻ മാറിപ്പോയി. എന്താടാന്നല്ലേ ചോദിക്കും പോലീസുകാർ ആ സമയത്ത്. എവിടെ പോടാ കയറാൻ പറഞ്ഞു. നേരെ ആലപ്പുഴ കൊണ്ടിറക്കി. നമ്മുടെ പ്രസവ കഥാപാത്രം വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സോറി പറയാൻ പറ്റില്ല അല്ലേ?